Hello dear students, today let us discuss the section 3.2 Sequential point-wise limits and simple approximation. അപ്പോൾ പോയിന്റ് ബേസ് കൺവേർജൻസ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കൺസെപ്റ്റാണ് അല്ലേ. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർക്കാം അല്ലേ. ഫോർ എ sequence fn of functions with common domain E, a function f on the domain E and a subset capital A of E. We say that sequence fn converges to f pointwise on A provided limit n tends to infinity fn of x equal to f of x for all x belongs to A. അല്ലേ, ഇതാണ് പോയിന്റ് വൈസ് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം മെഷറബിലിറ്റി ആണ് എങ്ങനെയാണ് പറയുക, ഓൾമോസ്റ്റ് എവരിവർ കൺവേർജൻ്റ് ആണ് പോയിന്റ് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം അല്ലേ. ദ sequence fn converges to f point wise almost everywhere on capital A. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, ഓൾമോസ്റ്റ് എവരിവർ ഓൺ എ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിന്റ് വൈസ് കൺവേർജൻസിൽ ഫെയിലിയർ വരികയാണെങ്കിൽ ആ സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇഫ് പ്രൊവൈഡഡ് ഇറ്റ് കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ എ ഡിഫറൻസ് ബി, അതായത് ഈ ബിയിലാണ് അതിന് കുഴപ്പമുള്ളത്, അതിങ്ങനെ വേർ മെഷർ ഓഫ് ബി ഈക്വൽ ടു 0 അല്ലേ, ഓൾമോസ്റ്റ് എവരിവർ. ദെൻ യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ, ദ sequence fn converges to f uniformly on A provided for each epsilon greater than 0 there is an index capital N for which modulus of f minus fn less than epsilon on A for all n greater than or equal to capital N. ഇതിൻ്റെ മീനിങ് എന്താ, എയിലെ ഏത് ഇലമെൻ്റ് എടുത്താലും അല്ലേ, ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് സ്മോൾ എൻ ക്യാപിറ്റൽ സച്ച് ദാറ്റ് നോം, അല്ലെങ്കിൽ മോഡുലസ് ആണ് നമ്മളിവിടെ റിയൽ നമ്പർ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ നോം എന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്, ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ, ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. അതായത് ഒരു വാല്യൂ കഴിഞ്ഞാൽ എഫ് എൻ ഓഫ് എക്സിൻ്റെ ഓരോ വാല്യൂ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആണെങ്കിൽ നമ്മൾ യൂണിഫോംലി കൺവേർജൻ്റ് എന്ന് പറയും. ശരിയാണല്ലോ. ദെൻ ഇറ്റ് ഈസ് യൂണിഫോംലി കൺവേർജൻ്റ്. ഒരു നോട്ടാണ് അടുത്തത്, ഇതും നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതായിരിക്കും. പോയിന്റ് വൈസ് ലിമിറ്റ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ മേ നോട്ട് ബി കണ്ടിന്യൂസ്. ഇതുപോലെ അതായത് ഒരു സീക്വൻസ് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്, അത് പോയിന്റ് വൈസ് കൺവേർജൻസ് ടു എഫ് ആണെന്ന് വിചാരിക്കുക, പക്ഷേ എഫ് നീഡ് നോട്ട് ബി കണ്ടിന്യൂസ് ആവാതിരിക്കാം. അതേപോലെ പോയിന്റ് വൈസ് ലിമിറ്റ് ഓഫ് എ റെയ്മാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ മേ നോട്ട് ബി റെയ്മാൻ ഇൻറ്റഗ്രബിൾ. അതിൻ്റെ കൗണ്ടർ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് പ്രപ്പോസിഷൻ 9. Let sequence fn be a sequence of measurable functions on E that converges pointwise almost everywhere on E to the function f. Then f is measurable. Prove ചെയ്യേണ്ടത് f is measurable എന്നാണ് തന്നിട്ടുള്ളത്. എന്താണ്, sequence fn measurable functions ആണ് on capital E, അത് pointwise converges to f ആണ്. അപ്പോൾ എഫിൻ്റെ ഒക്കെ ഡൊമൈൻ ക്യാപിറ്റൽ ഇ ആണ്, ഓൾമോസ്റ്റ് എവരിവെയർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സെറ്റിനകത്ത് ഇത് പോയിന്റ് വൈസ് കൺവേർജൻസിന് ഫെയിലിയർ വരികയാണെങ്കിൽ അതിൻ്റെ മെഷർ എന്തായിരിക്കും, 0 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇ നോട്ട് എന്നുള്ളതാണ് ഈ ഓൾമോസ്റ്റ് എവരിവെയറിൽ എവിടെയെങ്കിലും ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തതായിട്ടൊരു പോയിന്റ് സെറ്റ് പറയില്ലേ, അതിനെ ഇ നോട്ട് എന്ന് പറയുന്നത്. ഇ നോട്ട് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. E naught be a set of E for which M of E naught equal to 0 and sequence fn converges to F point based on E difference E naught. അപ്പോൾ ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റിൽ ഇ മൈനസ് ഇ നോട്ടിനകത്ത് പോയിന്റ് വൈസ് കൺവേർജൻസ് ആണ് അല്ലേ. ഇനി ഇ നോട്ട് എന്ന് പറയുന്നത് ഇയുടെ സബ്സെറ്റാണ്. മെഷർ ഓഫ് ഇ നോട്ട് 0 ആയതുകൊണ്ട് ഇ നോട്ട് എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. ഇനി നമുക്കൊരു പ്രൊപ്പോസിഷൻ 5 ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നു, എഫ് ഈസ് മെഷറബിൾ ഓൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മെഷറബിൾ ഓൺ സെറ്റ് ഡി ആൻഡ് ഇ ഡിഫറൻസ് ഡി എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇ നോട്ടിൽ മെഷറബിൾ ആണ്,
ഇ നോട്ടിൽ മെഷറബിൾ ആണെങ്കിൽ എഫ് മെഷറബിൾ ഓൺ ഇ ആവണമെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇറ്റ് ഈസ് മെഷറബിൾ ഓൺ ഇ ഡിഫറൻസ്. ഇവിടെ സബ്സെറ്റ് ഇ നോട്ടാണ് അല്ലേ? ഇ ഡിഫറൻസ് ഇ നോട്ട്. ഓക്കെ, ദാറ്റ് ഈസ് since measure of E naught equal to 0, we have this is measurable set. Hence by a non-proposition, proposition 5 ആണത്. പിന്നെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, proposition 5 അനുസരിച്ച് f is measurable if and only if its restriction to E difference E naught is measurable. അല്ലേ? അതായത് it is measurable if and only if it is measurable on the subset and ഇവിടെ ഡി എന്നായിരുന്നു, ഡിയിലും ഈ ഡിഫറൻസ് ഡി ആയിരുന്നു, ഇവിടെ ഇ നോട്ടിലും. അപ്പം ഇ നോട്ടിൽ ഓൾറെഡി മെഷറബിൾ ആയതുകൊണ്ട് ഈ ഡിഫറൻസ് ഇ നോട്ടിൽ മെഷറബിൾ ആയാൽ മതി. Therefore, by possibly replacing E by E difference E naught, we may assume that the sequence converges pointwise on all of E. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് മെഷറബിൾ ആണെന്ന് അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞു മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 കണ്ടീഷൻ ഇക്വേഷൻസിൽ അതിലേതെങ്കിലും ഒന്ന് മെഷറബിളായി 4 സെറ്റുകളുടെ കണ്ടീഷൻസ് അത് ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറയുമ്പോൾ 4 എണ്ണം ഒരുമിച്ചാവും മെഷറബിളാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ഈ സെറ്റ് കൺസിഡർ ചെയ്തു. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി. ഇത് മെഷറബിളാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഫ് മെഷറബിളായി. ഇനി പോയിന്റ് വൈസ് കൺവേർജൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒബ്സർവ് ദാറ്റ് ഫോർ എ പോയിന്റ് എക്സ് ബിലോങ്സ് ടു ഇ, since limit n tends to infinity fn of x equal to f of x less than c if and only if. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എപ്പോഴാണ് f of x less than c implies there are natural numbers n and k for which fj of x is less than c minus 1 by n for all j greater than or equal to k. അതായത് എഫ് എൻ എന്ന് പറയുന്നത് എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണ്. നമ്മൾ ഈ ഓൾമോസ്റ്റ് എവരിവെയർ ആണെങ്കിലും നമ്മൾ ഈ ഇ നോട്ട് എന്നുള്ള സെറ്റിൻ്റെ മെഷർ 0 ആവുന്ന ബാക്കി എല്ലാ പോയിൻറ്റും പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാൻ നിർത്തും അല്ലേ? റീപ്ലേസിങ് ഇക്ക് പകരം ഈ ഡിഫറൻസ് ഇ നോട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇ എന്ന് വിളിക്കുക, അത്രയേ ഉള്ളൂ. Replacing E by this, we may assume that the sequence converges pointwise of all E. ഇതാണ് ഇപ്പോൾ നമ്മുടെ E അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ ഏത് പോയിൻ്റ് എടുത്താലും എഫ് എൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ ആ കൺവേർജിങ് ലിമിറ്റ് ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിൻറ്റിന് ശേഷം ഓരോ എഫ് എൻ ഓഫ് എക്സിൻ്റെ ഇലമെൻറ്റോ സീക്വൻസിൻ്റെ ഓരോ ഇലമെൻറ്റിൻ്റെയും വാല്യൂ ലെസ് ദാൻ സി ആയിരിക്കും എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ ലെസ് ദാൻ സി മൈനസ് 1 by n. ഇങ്ങനെ എഴുതാം. തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ, എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1 ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ലിമിറ്റ് n tends to infinity for all j greater than or equal to k ആണ് കേട്ടോ. ഓക്കെ, j tends to infinity f j of x less than 1 c minus 1 by 1 വരും, c minus 1 by 2. ഇപ്പോൾ n tends to infinity ആണെങ്കിൽ എന്താ വരിക? അത് സി ലെസ് ദാൻ സി എന്ന് വരും അല്ലേ? n tends to infinity ആണെങ്കിൽ. സോ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ വരാം. അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ആർ നാച്ചുറൽ നമ്പേഴ്സ് n and k for which f j of x is less than c minus 1 by n for all j greater than or equal to k. But for any natural number n and j, since fj is measurable, നമുക്ക് സെറ്റ് എക്സ് ബിലോങ്സ് ടു ഈ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സീനെ ഇപ്പോൾ തന്നിട്ടുള്ള കുറേ സെറ്റുകളുടെ ഇൻ്റർസെക്ഷനോ യൂണിയനോ ഒക്കെ ആയിട്ട് എഴുതാൻ പറ്റണം. അതായത് കൗണ്ടബിൾ യൂണിയനും ഇൻ്റർസെക്ഷനും ഒക്കെ നമുക്ക് ഓഫ് മെഷറബിൾ സെറ്റ്സ് മെഷറബിൾ ആണെന്ന് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഫ് മെഷറബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ഈ സീക്വൻസ് എഫ് എൻ എന്ന് പറയുന്നത് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്. അല്ലാതെ ഓരോ എഫ് എന്നും അല്ല, ഓരോ എഫ് ജെയും മെഷറബിൾ ആണ്. സോ എക്സ് ബിലോങ്സ് ടു എഫ് ജെ ഓഫ് എക്സ് ലെസ് ദാൻ സി മൈനസ് 1 by n എന്ന് പറയുന്ന സെറ്റ് മെഷറബിൾ ആണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താ വരുക നോക്കി? ജെ ഈക്വൽ ടു കെ ടു ഇൻഫിനിറ്റി. ജെ ഈക്വൽ ടു കെ ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എഫ് ഫോർ എനി കെ ദ ഇൻ്റർസെക്ഷൻ for any k the intersection of the countably collection of measurable sets. Intersection j equal to k to infinity x belongs to e f j of x less than c minus 1 by n.
കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് മെഷറബിൾ ആയതുകൊണ്ട് ഈ ഇൻ്റർസെക്ഷൻ മെഷറബിൾ ആണ്. ഓക്കെ, കോൺസിക്വൻ്റ്ലി നമുക്ക് വേണ്ടത് എന്തായിരുന്നു? എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി എന്നാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? യൂണിയൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ n ലെസ് ദാൻ ഇൻഫിനിറ്റി intersection j equal to 1 to infinity set of all x belongs to E such that fj of x less than c minus 1 by n. So n equal to 1 ആണെങ്കിൽ c minus 1 by 1 എന്ന് വരും. c n equal to 2 എന്നുള്ള കേസിൽ c minus 1 by 2 etc. n equal to infinity എന്നുള്ള കേസിൽ ഇത് converges to 0 ആണ് അല്ലേ, less than c എന്ന് വരും. Intersection x belongs to E. f1 of x less than c minus 1 by f2 of x. അപ്പോൾ ഇത് ഈ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സി. അപ്പോൾ ഓൾറെഡി ഇത് മെഷറബിൾ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല, ഇത് മെഷറബിൾ ആണ് കംപ്ലീറ്റ്. അടുത്തത് എന്താണ്? കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് മെഷറബിൾ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മെഷറബിൾ ആണ്. ഇനി അടുത്തതൊരു ഡെഫിനിഷനാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എ. നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചില ബുക്കിൽ അതിന് സി എ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളിവിടെ കൈ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കൈ എ എന്താണ്? എ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ഓൺ ആർ ആണ് അല്ലേ, എനി സെറ്റ്. സോ എ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണ് എടുക്കുന്നത്. സോ എ സബ്സെറ്റ് ഓഫ് ആർ. കൈ എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എ 1 if x belongs to A, 0 if x does not belongs to A. നമുക്കൊരു ക്യൂ എന്ന് പറഞ്ഞു നോക്കാം. ക്യൂ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് റിയൽ സെറ്റിൻ്റെ സബ്സെറ്റാണ് അല്ലേ. അപ്പോൾ ഒരു 1/2 എന്ന് പറയുന്നത് ക്യൂ അല്ലേ, ഇലമെൻ്റാണ്, അത് റാഷണൽ നമ്പറാണ്. അതായത് കൈ ക്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ ക്യൂ ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. കാരണം എന്താ? 1/2 എന്ന് പറയുന്നത് ഈ ക്യൂവിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട്, ക്യൂ ബിലോങ്സ് ടു ക്യൂ ആയതുകൊണ്ട്. ഇനി √2 ഇറാഷണൽ ആണെന്നറിയാം അല്ലേ. അതായത് കൈ ക്യൂ, അതായത് ഇത് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് കേട്ടോ. ഓഫ് √2 എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? റീസൺ √2 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ ആയതുകൊണ്ട്. ഓക്കെ, സോ കൈ എ ഓഫ് എക്സ് ഈക്വൽ ടു 1 if x belongs to A, 0 if x does not belongs to A. സോ ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഇനി നമ്മൾ മെഷറബിൾ സെറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ മെഷറബിലിറ്റി പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സി അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സി, ഇതൊക്കെ മെഷറബിൾ ആണെങ്കിൽ നമ്മൾ പറയും അല്ലേ. ഇവിടെ എ മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൈ ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതാം. ലെസ് ദാൻ 2 എന്ന് എഴുതാം, ലെസ് ദാൻ 3 എന്ന് എഴുതാം അല്ല, ഗ്രേറ്റർ ദാൻ -1 എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. അത് കൈ ഓഫ് എക്സ് മെഷറബിൾ ആവും പ്രൊവൈഡഡ് എ ഷുഡ് ബി മെഷറബിൾ അല്ലേ. ഇപ്പോൾ എ മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൈ എ മെഷറബിൾ ആവും. തിരിച്ചും കൈ എ മെഷറബിൾ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ എ മെഷറബിൾ ആവും. ഓക്കെ അല്ലേ. സോ ഒരു നോൺ മെഷറബിൾ സെറ്റിലാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കൈ എ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നോൺ മെഷറബിൾ ആവും. അപ്പോൾ ഇതൊരു നോട്ടാണ്. First one, the function chi a is measurable if and only if the set A is measurable. Second one, the existence of a non-measurable set implies the existence of a non-measurable functions. ഇനി അടുത്തത് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു ഡെഫിനേഷനാണ് സിമ്പിൾ ഫംഗ്ഷൻ അല്ലേ. എന്തായിരുന്നു സിമ്പിൾ ഫംഗ്ഷൻ? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഡിഫൈൻ ഓൺ എ മെഷറബിൾ സെറ്റ് ഇ. നമുക്ക് മെഷറബിൾ സെറ്റിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. മെഷറബിൾ സെറ്റ് ഇ ഈസ് കോൾഡ് സിമ്പിൾ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് മെഷറബിൾ ആൻഡ് ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. സോ സിമ്പിൾ മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ റേഞ്ചിൽ ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇറ്റ്സ് ടേക്ക് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഫംഗ്ഷനെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിൻ്റെ ഫൈനൈറ്റ് സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. എ സിമ്പിൾ ഫംഗ്ഷൻ ഓൺലി ടേക്സ് റിയൽ വാല്യൂസ്, ലീനിയർ കോമ്പിനേഷൻ ആൻഡ് product of simple functions are simple
സിൻസ് ഈച്ച് ഓഫ് ദ ടേം ടേക്സ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. കറക്റ്റ് ആണല്ലേ? സിമ്പിൾ ഫംഗ്ഷൻ എന്താണ്? അതിൻ്റെ ഫൈനൈറ്റ് വാല്യൂസ് മാത്രമേ അസൈൻ ചെയ്യുള്ളൂ, റേഞ്ചിൽ ഫൈനൈറ്റ് ഉണ്ടാവുള്ളൂ. സോ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലും മാക്സിമം ഫൈനൈറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പോൾ ഒരു S1 എന്ന് പറയുന്നതാണെങ്കിൽ അതിനൊരു 10 വാല്യൂസ് കിട്ടുന്നുണ്ട്. S2 ആണെങ്കിൽ അഗൈൻ ഒരു 10 വാല്യൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ മാക്സിമം ഒരു 20 വാല്യൂസിൻ്റെ അല്ല അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. സോ അഗൈൻ ലീനിയർ കോമ്പിനേഷൻ സിമ്പിളാണ്. If phi is symbol has domain E and takes the distinct values C1, C2, etc. Cn, then ഇപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് phi ഡിനോട്ട് ചെയ്തു. Phi is equal to set of all k equal to 1 to n ck chi ek on E, where this ek is equal to set of all x belongs to E, phi of x equal to ck. അപ്പോൾ ഈ കെത്തെ ഒരു ഇലമെൻറ്റ് എക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താവും നോക്കി. ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഈക്വൽ ടു 1 to n വരുന്നത് C1 കൈ E1 എന്ന് വരും അല്ലേ, പ്ലസ് C2 കൈ E2 വരും, പ്ലസ് എക്സിട്ര CN കൈ EN എന്നാണ് വരിക. ഒരു ഡിസ്റ്റിങ്ക്റ്റ് എന്നൊന്നും വാല്യൂസ് പറഞ്ഞിട്ടില്ല അല്ലേ. ഇനി ഈ എക്സ് ഏതൊക്കെ ഈ കെയിലാണ് ഉള്ളത്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു E1ഉം E2 E3 അല്ലെങ്കിൽ E4 എന്ന് വിചാരിക്കുക. ബാക്കി ഒരു ഇലമെൻറ്റും ഇല്ലെങ്കിൽ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കൈ ഈ കെ എന്ന് പറയുന്നത് 0 ആവും. ബാക്കിയുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ C1 ഇതാണെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C4 എന്ന് വാല്യൂ വരും അല്ലേ. ഓക്കെ, ദിസ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഓഫ് phi ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഈസ് കോൾഡ് the canonical representation of the symbol function phi. That is, the symbol function can be expressed as the linear combination of the characteristic function in this way, and this is known as the canonical representation of the symbol function. Now we have a lemma, the symbol approximation lemma, which states let f be a measurable real valued function on E and f is bounded on E. f bounded എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? for every x belongs to capital E modulus f of x is less than or equal to something അല്ലേ, അല്ലെങ്കിൽ there exists some positive number m greater than or equal to 0 such that this is less than or equal to m. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മോഡുലസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ ഇ അല്ലേ. അതായത് ഈത്തെ ഏത് ഇലമെൻറ്റ് എടുത്താൽ മീനിങ് എക്സ് ഏത് ഇലമെൻറ്റ് എടുത്താലും മോഡുലസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ദാറ്റ് ഈസ് മോഡുലസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം അല്ലേ. എഫ് ബൗണ്ടഡ് ആണ്. പ്രൂവ് ചെയ്യേണ്ടത് എന്താ? അപ്രോക്സിമേഷൻ ആണ് കേട്ടോ. അതായത് ഈ എഫിന് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറച്ച് സിമ്പിൾ ഫങ്ഷൻസ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. അതാണ് സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പറയുന്നത്. Then for each epsilon greater than 0 there are simple functions phi epsilon and psi epsilon. Okay, fന്റെ maximum value psi epsilon of x വരെ വരുള്ളൂ. അതേപോലെ phi epsilon of x less than or equal to f of x less than or equal to psi epsilon of x for every x belongs to E. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ ഡിഫറൻസ് അത്രയും ചെറുതാണ്. അങ്ങനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അതാണ് ലെമ്മ പറയുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എന്തുകൊണ്ടാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നെഗറ്റീവ് ആവോ? ഇല്ല അല്ലേ, കാരണം phi എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi എപ്സിലോൺ ആണ് അല്ലേ. ഇനി ഈ ഇതൊക്കെ സിമ്പിൾ ഫങ്ഷൻസ് ആണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് പോസിറ്റീവ് ആണ് അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് ദ ഡിഫറൻസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇറ്റ് ഈസ് ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അതായത് അത്രയും അവർ അപ്രോക്സിമേഷൻ ആണ് അല്ലേ, എഫിനോട് അപ്രോക്സിമേഷൻ ആണ്. എപ്സിലോൺ അത്രയും നമുക്ക് ചെറുതാക്കാം, 0.00001 അത്രയും ചെറുതാക്കാം. അങ്ങനെ നമുക്ക് സിമ്പിൾ ഫങ്ഷൻസ് കാണാൻ പറ്റുമെന്നാണ് സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പറയുന്നത്. നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം അല്ലേ. ആദ്യം പറഞ്ഞിട്ടുള്ളത് എഫ് ബൗണ്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ബൗണ്ടഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആണ്. എഫ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഓൺ ഇ ആണ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും ഒരു റിയൽ നമ്പറാണ്, ബിലോങ്സ് ടു റിയൽ നമ്പറാണ്. ഈ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഇ എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ ആവുന്ന 2 പോയിന്റ് കേട്ടോ. ഞാൻ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മിന് ഒരു M+1 ആണെന്ന് വിചാരിച്ചോ, ഒരു ഇലമെൻറ്റ് ഡി.
എഫ് ഓഫ് എക്സിൻ്റെ മിനിമം വാല്യൂ അല്ലേ, മോഡുലസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് എന്തായാലും മൈനസ് ഇൻഫിനിറ്റി വരില്ല. ഒരു മൈനസ് എമ്മിനും എഫ് എന്ന് പറയുന്നത് എമ്മിനും ഇടയ്ക്കാണ് കിടക്കുന്നത് അല്ലേ, മോഡുലസ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മൈനസ് എമ്മിനെ -m-1 ഞാനൊരു സി എന്ന് വേണമെങ്കിൽ എനിക്ക് എടുക്കാം. അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഏത് വാല്യൂ എടുത്താലും അത് എവിടെ കിടക്കുള്ളൂ, ഒരു ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെൽ സി ഡിക്കകത്തേ കിടക്കുള്ളൂ. ഞാനിവിടെ m+1 -m-1 ജസ്റ്റ് എടുത്തതാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവെൽ എന്തായാലും കാണാൻ പറ്റും അല്ലേ, കാരണം എന്താ, എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട്. ഇപ്പോൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യണേ. ലെറ്റ് സി ഡി ബി ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവെൽ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇമേജ് ഓഫ് ഇ. എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ. ആൻഡ് c equal to y0 less than y1 less than etc less than yn-1 less than yn equal to d. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് നോക്കി, സി ഡി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽസിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇത് ഇതാണ് സി, ഇതാണ് ഡി എങ്കിൽ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ we have to prove the simple approximation theorem. Which states that an extended real valued function f on a measurable set capital E is measurable. അപ്പോൾ എഫ് എക്സ്റ്റെൻഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, മെഷറബിൾ സെറ്റ് ഇ ആണ് ഡൊമൈൻ. അത് മെഷറബിൾ ആവണമെങ്കിൽ നമുക്ക് അങ്ങനെ ആണെങ്കിൽ അസ്യൂം ചെയ്യുക, ഈ ഫെനോളിഫ് കണ്ടീഷനാണ്. അങ്ങനെ ആണെങ്കിൽ എന്താണ്, ദർ എക്സിസ്റ്റ് എ സീക്വൻസ്, ഒരു സിമ്പിൾ ഫങ്ഷൻസിൻ്റെ സെയിം ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷൻ ഉണ്ടാവും, സച്ച് ദാറ്റ് ആ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷൻ ഈ എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആയിരിക്കും വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് മോഡുലസ് ഫൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. അതാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. തിരിച്ച് ഇങ്ങനെയൊരു സിമ്പിൾ മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ മോഡ് ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആവുന്ന തരത്തിൽ ഒരു സിമ്പിൾ മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ സച്ച് ദാറ്റ് പോയിന്റ് വൈസ് കൺവേർജൻസ് ടു എഫ് ഉണ്ടെങ്കിൽ ദാറ്റ് എഫ് ഷുഡ് ബി മെഷറബിൾ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എഫ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ ഫൈ എന്നിനെ ഇൻക്രീസിങ് കളക്ഷനായിട്ട് അസ്യൂം ചെയ്യാം അല്ലേ. സിൻസ് ഈച്ച് സിമ്പിൾ ഫംഗ്ഷൻ ഈസ് മെഷറബിൾ, proposition 9 tells us that a function is measurable if it is the pointwise limit of a sequence of simple functions. ഇതാണല്ലേ പ്രൊപ്പോസിഷൻ 9. സീക്വൻസ് എഫ് എൻ സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അത് പോയിന്റ് വൈസ് കൺവേർജൻസ് ഓൾമോസ്റ്റ് എവരിവർ ഓൺ ഇ ആണെങ്കിൽ ആ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എഫ് മെഷറബിൾ ആയിരിക്കും അല്ലേ. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊപ്പോസിഷൻ 9 എന്ന് പറയുന്നത്. അപ്പോൾ മെഷറബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷൻ ഏതെങ്കിലും ഒരു എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെങ്കിൽ ആ എഫ് മെഷറബിൾ ആണ്. ഇവിടെ നമ്മൾ കോൺവേഴ്സ് ഇപ്പോൾ എന്താ അസ്യൂം ചെയ്തിട്ടുള്ളത്, സീക്വൻസ് എഫ് എൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെഷറബിൾ ഫങ്ഷനാണ്. അത് എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടെങ്കിൽ ആ 9 യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതെന്താവും, മെഷറബിൾ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഇല്ലെങ്കിലും അത് മെഷറബിൾ ആണ് അല്ലേ. അപ്പോൾ കോൺവേഴ്സ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, കോൺവേഴ്സ് പാർട്ട് നമ്മൾ അതായത് അസ്യൂം എഫ് മെഷറബിൾ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, നമ്മളൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് എടുത്തു, ദാറ്റ് ഈസ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൺ ഇ. The general case follows by expressing f as the difference of non-negative measurable functions. അതായത് എഫിനെ നമുക്ക് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഇനി n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എടുത്തു, ഒരു ഇ എൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതായത് E1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. അടുത്തത് ലെസ് ദാൻ ഈക്വൽ ടു 2, ലെസ് ദാൻ ഈക്വൽ ടു 3 എക്സെട്ര. n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ E1 E2 E3 എന്ന് വന്നു. ഈ n എന്ന് പറയുന്നത് മെഷറബിൾ സെറ്റാണ്. കാരണം എന്താണ്, എഫ് മെഷറബിൾ ഓൺ ഇ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇ എൻ അതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ
ത്രൂ ഔട്ട് ഇയിൽ തന്നെ നമുക്ക് എഫ് ഓഫ് എക്സിനെ, അതായത് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ഇത് മെഷറബിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് വരിക. ലെസ് ദാൻ ഈക്വൽ ടു സി എന്ന് വരും. പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് വരില്ല എന്തായാലും. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 1, ലെസ് ദാൻ ഈക്വൽ ടു 2, ലെസ് ദാൻ ഈക്വൽ ടു 3 എക്സെട്ര എന്ന് വരും. അപ്പോൾ അത് ഈച്ച് ഈവൻ എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. ആൻഡ് ദ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു ഇ എൻ ഈസ് എ നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ് അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ഈ എന്ന് പറയുന്നത് നമ്മളവിടെ ഡെഫിനിഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റെസ്ട്രിക്ഷനിലേക്ക് എഫ് സെറ്റ് ഓൺലി ഇയിൽ മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷനിൽ അത് ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ് അല്ലേ മെഷറബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇ എന്നിൽ മെഷറബിൾ ആണ് ബൈ ദ സിമ്പിൾ. എന്തുകൊണ്ടാണ് ബൗണ്ടഡ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അല്ലേ? അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് തന്നെ E1 എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ ഇ എന്നിലേക്ക് എഫിൻ്റെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് അല്ലേ? ഇനി സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ അനുസരിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് ഒരു 2 സിമ്പിൾ ഫംഗ്ഷനിൽ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിൾ ഫംഗ്ഷൻസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റുന്ന 2 എണ്ണത്തിനെ ഫൈ എൻ സൈ എന്ന് ഡിനോട്ട് ചെയ്തു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ഓൺ ഇ എൻ ആൻഡ് ദർ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്നല്ലേ നമ്മൾ കൊടുത്തിരുന്നത്. ഞാൻ ആ എപ്സിലോണിനെ 1/n എന്ന് എടുത്തു. ലെസ് ദാൻ 1/n ഓൺ ഇ എൻ. Now observe that 0 less than or equal to phi n less than or equal to f and 0 less than or equal to f minus phi n less than or equal to psi n minus phi n is less than 1/n. കറക്റ്റ് ആണ് അല്ലേ? അതായത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടീഷൻ നമുക്കറിയാം. ഞാൻ ത്രൂ ഔട്ട് ഫൈ എൻ കൊണ്ട് മൈനസ് ചെയ്ത് എന്താ വരിക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ എൻ മൈനസ് ഫൈ എന്ന് വരും അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ഇത് 0 തന്നെയാണ്. എഫ് മൈനസ് ഫൈ എന്ന് വരും. ഓക്കെ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ മൈനസ് ഫൈ എന്ന് വരും. എവിടെ നിന്നാണ്? ഇത് ഇവിടെ നിന്ന് അല്ലേ? ഓക്കെയാണ്. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് മൈനസ് ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ മൈനസ് ഫൈ എൻ നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്? ലെസ് ദാൻ ആണ്. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരില്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ അല്ലേ? സ്ട്രിക്ട്ലി ലെസ് ദാൻ 1/n എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. then നമ്മൾ ഇക്വേഷൻ 1 മാർക്ക് ചെയ്തു. എക്സ്റ്റെൻഡ് ഫൈ എൻ ടു ഓൾ ഇ ബൈ സെറ്റിംഗ് ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ. ദ ഫംഗ്ഷൻ phi n is a simple function defined on E and 0 less than or equal to phi n less than or equal to f on E. നോക്കി, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എൻ ആവുന്ന വാല്യൂസിന് കറസ്പോണ്ട് ചെയ്ത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1-ന് ലെസ് ദാൻ 2-ന് ലെസ് ദാൻ 3-നൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ നമ്മൾ ഫൈ എൻ ഓഫ് എക്സ്, അപ്പോൾ ആ കേസിലാണ് E1 E2 E3 എക്സെട്ര ഇ എന്നിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ദിസ് ഫൈ എൻ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ഓൾ ഓഫ് ഇ ബൈ സെറ്റിംഗ്. ഏതെങ്കിലും വാല്യൂവിന് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻ ആയിട്ട് തന്നെ എടുക്കുക. ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ. അപ്പോൾ നമുക്ക് ഇത് ഫംഗ്ഷൻ ഫൈ എൻ എന്ന് പറയുന്നത് സിമ്പിൾ ഫംഗ്ഷൻ ആണ്. അതായത് അതിൻ്റെ റേഞ്ചൊക്കെ ഫൈനൈറ്റ് ആണ്, ഡിഫൈൻഡ് ഓൺ ഇ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ. Now we claim that the sequence collection psi n converges to f pointwise. ഇനി x belongs to, ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് യൂണിഫോം പോയിന്റ് കൺവേർജൻസ് ടു എഫ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. കേസ് 1 അസ്യൂം 2 കേസായിട്ടാണ് എഫ് ഓഫ് എക്സ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് ആവുന്ന കേസ്. ഇനി എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് ആവുമ്പോൾ എന്താ വരിക? ചൂസ് എ നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ എൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഫൈ എൻ ഓഫ് എക്സ് അത് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? അതായത് ലെസ് ദാൻ 1/n ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. ശരിയല്ലേ? കാരണം ഫൈ എൻ ഓഫ് എക്സ് എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ഉള്ളത് കൊണ്ട്. പക്ഷേ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്? ഫൈ എന്നും
psi n തമ്മിലുള്ള കണക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി psi n ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഇ ആണ് അല്ലേ? അത് എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി psi n ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വരും. കാരണം അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന psi n phi n ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? കേസ് 2 എഫ് ഓഫ് എക്സ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ phi n ഓഫ് എക്സ് ഈക്വൽ ടു n ഫോർ ഓൾ n. സോ ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി phi n ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്താ വരിക? phi n ഓഫ് എക്സ് ഈക്വൽ ടു n ഫോർ ഓൾ n എന്ന് പറയുമ്പോൾ എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി phi n ഓഫ് എക്സ് എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n എന്ന് വരും. അതായത് ഇൻഫിനിറ്റി ആണ് അല്ലേ? അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി phi n ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ? കാരണം എന്താ? phi n ഓഫ് എക്സ് എഫ് ഓഫ് എക്സിലേക്ക് പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് ഡെഫിനിഷൻ അനുസരിച്ച്. ഇനി ഈ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഒരു സാധ്യത ഈ phi n ഓഫ് എക്സിനൊക്കെ ഞാൻ n എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി phi n ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി phi ഓഫ് എക്സ് എന്ന് വരും. n എന്ന് വരും അല്ലേ? അതായത് ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ബൈ റീപ്ലേസിങ് ഈച്ച് phi n with the maximum of phi 1, phi 2, phi 3, etc. we have this phi n increasing. അതായത് നമ്മളവിടെ പറഞ്ഞു പോസിറ്റീവ് ആണെങ്കിൽ അതിനെ വേണമെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് കൊടുക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.